ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹൈറിച്ചിൽ കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളിയിൽ മരട് അനീഷുമായിട്ടുള്ള ഒരു അഭിമുഖം ഉണ്ടായിരുന്നു ഷാജൻ സ്കറിയയുടെ. അപ്പോൾ അത് മരട് അനീഷ് എന്ന് പറയുന്നത് കൊച്ചിയിലെ പ്രമുഖനായ ഗുണ്ടയാണ്. അപ്പോൾ ഈ ഒരു മരട് അനീഷിനെയാണ് ഒരു 4-5 മാസം മുന്നേ ഹൈറിച്ചിൻ്റെ CEO ആയ ശ്രീനാഥ് പ്രതാപൻ എൻ്റെ അഹങ്കാരം, എൻ്റെ സ്വന്തം ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് 4-5 ഫോട്ടോ അവരോടൊന്നിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നത്. അപ്പോൾ അന്നത്തെ എന്താണ് അന്ന് അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടായ കാര്യം എന്നതിനെ കുറിച്ചാണ് മരട് അനീഷ് പറയുന്നത്. മരട് അനീഷ് പറയുന്നത് 3 കോടി രൂപ ശ്രീന ED കേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മരട് അനീഷ് അറിയുന്ന ഒരു ആൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പറയുന്നത് ഹൈറിച്ച് വലിയ തട്ടിപ്പാണ് എന്ന് ഷാജൻ സ്കറിയ പറയുന്ന സമയത്ത് അതെ എന്ന് ഇദ്ദേഹവും പറയുകയാണ്. കൂടാതെ ഇദ്ദേഹം പറയുന്നത് മറ്റുള്ളവരെ തട്ടിച്ച പണമാണ്, ഇവനും തട്ടിപ്പല്ലേ നടത്തുന്നത് എന്ന രീതിയിലാണ്. മറ്റുള്ളവരെ പറ്റിച്ച പണമാണ് ഹൈറിച്ചിലെ പണം, അത് മറ്റൊരു തട്ടിപ്പ് വീരൻ തട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഗുണ്ടകളെ കൂട്ടുപിടിച്ചും മറ്റ് പല രീതിയിലും ഈ കേസ് തേച്ച് മാറ്റി കളയാമെന്നൊക്കെയാണ് നമ്മുടെ കമ്പനി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാഥ് പ്രതാപൻ മാത്രമാണ്. പക്ഷേങ്കിൽ പറയുമ്പം കമ്പനി മാനേജ്മെൻറ്റ്, ലീഗൽ ടീം എന്നൊക്കെയാണ് പറയുക. അവരൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷേങ്കിൽ പാവങ്ങളുടെ 3 കോടി രൂപയാണ് ഈ ഒരു ഡീലിലൂടെ മാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആർക്ക് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും 24 മണിക്കൂറും ജയ് വിളിച്ച് നിൽക്കുന്ന അവർക്ക് പോയി എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം അനുസരിച്ച് ഇവരുടെ തന്നെ അടുത്ത് ബന്ധമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ലഭിച്ച വിവരം, കേസ് നടത്താൻ വേണ്ടി മാത്രം ഈ ഒരു 2.5 കൊല്ലത്തിൽ 15 കോടി രൂപ ചിലവഴിച്ചിട്ടുണ്ട് എന്നാണ്. അതൊരു 2 മാസം മുമ്പേ ഉള്ളൊരു കണക്കാണ്. അപ്പോൾ ഇത് 15 കോടി താണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കിയ പണം ഇപ്പോഴാണെങ്കിൽ കേരളത്തിൽ 100ഓളം FIRകൾ ഉണ്ട്. അതിലൊക്കെ ജാമ്യം എടുത്ത് നടക്കുകയാണ്. ശ്രീനാഥ്ക്ക് വേറെ ഒരു ജാമ്യം എടുക്കേണ്ടി വരും, പ്രതാപന് വേറെ ഒരു ജാമ്യം എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള അവസ്ഥയാണ്. അപ്പോൾ 15 കോടിയൊക്കെ 16 20 കോടി ആയിട്ടുണ്ടാവും. എന്നാലും പാവങ്ങൾക്ക് 5 പൈസ കൊടുക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് കമ്പനി എന്ന് കരുതേണ്ടി വരും. അല്ലെങ്കിൽ അവർ ഈ കേസ് അവസാനിപ്പിച്ച്, ഈ തോൽക്കുന്ന കേസ് അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് ആൾക്കാർക്ക് പണം തിരികെ കൊടുക്കാനുള്ള നടപടി തുടങ്ങുമായിരുന്നു. എന്നാൽ അതൊക്കെ ഇല്ലാതെ കോടതിയിൽ പോയി കേസ് മാറ്റിവെച്ച് കളിക്കുകയാണ് കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്.